അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇപ്പോൾ മോഹനൻ സാർ പറയുന്ന വിവരമനുസരിച്ച് 2008 സെലബി നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഈ കാർഗോ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എല്ലാ അത്തരത്തിലുള്ള ചുമതലകൾക്കായി നിർണായക ചുമതലകൾക്കായി നിയോഗിക്കപ്പെടുന്നത് 2008 പിന്നീട് ഇവിടെ നടന്ന ചില സംഭവവികാസങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അങ്ങേയറ്റം സുരക്ഷ നിലനിൽക്കേണ്ട വിമാനത്താവളങ്ങളിൽ സെലബിയുടെ സാന്നിധ്യം ഒരു തരത്തിലും ഈ ഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. ഇവരുടെ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് അല്പസമയത്തിന് മുമ്പ് ആ തീരുമാനം വന്നിരിക്കുന്നു. സെലബിയെ നമുക്ക് ഇനി ഇവിടെ വെച്ച് വാഴിക്കണമോ? അല്ല, സെലബി മാത്രമല്ല, ഇവിടെ കുറെ തെറ്റായ പ്രവണതകളുണ്ട്. അത് കാലാകാലമായി ഇവിടെ അടിഞ്ഞുകൂടിയതാണ്. നമ്മൾക്ക് ഇപ്പോഴും ഈ ശത്രു ആരാണ് മിത്രം ആരാണ് എന്ന കൃത്യമായ ധാരണയില്ലാത്തൊരു പ്രശ്നം പലർക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം തരാം. 1999 കാർഗിൽ യുദ്ധത്തിൽ മലമടക്കുകളിൽ നമ്മൾ ഈ മഞ്ഞുകാലത്ത് വന്ന് ആ കരാറ് ലംഘിച്ചുകൊണ്ട് സ്ഥാനം പിടിച്ച തീവ്രവാദികളെ തുരത്താൻ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങൾ ബോംബിടാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പ്രശ്നം വന്നത്. നമുക്കൊരു 3 കിലോമീറ്റർ റേഞ്ചിൽ പോയിട്ടാണ് ബോംബിടുന്നത്. ആ കിലോമീറ്റർ എന്ന് പറയുന്നത് അവരുടെ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളുടെ റോക്കറ്റുകളുടെ പരിധിയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അഹൂജെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വിമാനങ്ങൾ തകർന്നു പോയത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചിന്ത വന്നു. അപ്പോഴാണ് ഈ എന്താ പറയാ ലേസർ ഗൈഡഡ് മിസൈൽസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് ആ മിസൈലുകളുടെ ആവശ്യം വന്നു. അത് വന്നാൽ 5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മിസൈൽ അയച്ചാൽ ഈ ചൂട് നോക്കി, മനുഷ്യ ശരീരത്തിന്റെ ചൂട്, ഇവർ കയ്യിൽ പിടിക്കുന്ന ആയുധങ്ങളുടെ ചൂട് നോക്കി പോയി അടിച്ചോളും. അത് വന്ന സമയത്ത് അത് അമേരിക്കയുടെ കയ്യിലുണ്ട്, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അമേരിക്ക നമുക്ക് തരാൻ വിസമ്മതിച്ചു. പക്ഷേ ഇസ്രായേൽ തന്നു. അന്ന് എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് ഇസ്രായേൽ അർജന്റായ എന്താ പറയാ ഷിപ്മെന്റ് ഇന്ത്യയിലേക്ക് അയച്ചു. അത് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങൾ ഈ മലമടക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെ നശിപ്പിച്ചത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? അതിനുശേഷം ഇവിടെ ഈ ഹമാസ് എന്ന് പറയുന്ന, നിങ്ങൾ നോക്കി, ഒരു 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 1ാം നമ്പർ ടെറർ ഓർഗനൈസേഷൻ. ഹമാസിന്റെ പ്രതിനിധികൾ JNK, അതായത് പാക് ഓക്കുപ്പൈഡ് POKയിൽ വന്നിട്ട് പാകിസ്ഥാന് അനുകൂലമായി പ്രസംഗിക്കുന്ന വീഡിയോകൾ വന്നിട്ടുണ്ട്. അത് കേരളത്തിലെ ജനം ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് കാണിച്ചിട്ടുണ്ട്, ആ ന്യൂസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ വിരുദ്ധ ഇസ്ലാമിക തീവ്രവാദ ജിഹാദി സംഘടനയായ ഹമാസ്, ആ ഹമാസ്, ഇത് POKയിൽ വന്ന് നമുക്കെതിരെ പ്രസംഗിക്കുന്ന ഈ ഹമാസ്, ആ ഹമാസ് 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നടത്തിയ ആക്രമണം, അതിനെതിരെ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഇവിടെ ഹമാസിന് വേണ്ടി വാദിക്കാൻ ആളുണ്ടെന്ന്, ഇസ്രായേലിനെതിരായി സമരം ചെയ്യാൻ, ഇസ്രായേലിനെതിരായി സിന്ദാബാദ് വിളിക്കാൻ ആളുണ്ടെന്ന്. പാലസ്തീനെ അല്ല ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഇവള് വളരെ കരുതിക്കൂട്ടി നുണ പ്രചരിപ്പിച്ചില്ലേ. ഗാസ മുനമ്പിൽ ഉള്ള ഹമാസിന്റെ കീഴിലുള്ള ഭാഗമാണ്. ഈ വെസ്റ്റ് ബാങ്കും ഒക്കെയാണ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ കയ്യിലുള്ളത്. അവിടെയല്ല ഇവരടിച്ചത്. ഈ പ്രശ്നം മുഴുവൻ ഗാസയിലാണ്. അപ്പോ അങ്ങനത്തെ ഹമാസ് നേതൃത്വം കൊടുക്കുന്ന, ഭരിക്കുന്ന ഹമാസ് ഗാസയിലേക്ക് ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ, അതിനെ ആക്രമിച്ചപ്പോൾ, അവർക്ക് ഉണ്ടായ നിരപരാധികളുടെ ജീവൻ നഷ്ടത്തിന് പകരം വീട്ടിയപ്പോൾ, നമ്മളിപ്പോ ചെയ്യുന്ന പോലെ അതേപോലെ ചെയ്തപ്പോൾ, നമ്മളെ ആയുധം തന്ന് സഹായിച്ച കാർഗിൽ യുദ്ധത്തിലെ സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മളെ ആയുധം തന്ന് സഹായിച്ച ഇസ്രായേലിനെ എതിർക്കാനും ഹമാസിനെ അനുകൂലിക്കാനും ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. ഒരു TV ചർച്ചയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നോട് ചോദിച്ചു, ഹമാസിനെ ഇന്ത്യ നിരോധിച്ചിട്ടുണ്ടോ എന്ന്. ഹമാസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഹമാസ് POKയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രശ്നം. നമുക്കിപ്പോൾ ശത്രു മിത്രമാരല്ല. ഈ തുർക്കി, അതുപോലെ മലേഷ്യ, 2 രാജ്യങ്ങൾ, അസർബൈജാൻ അപകടകരമായ നിലപാടെടുത്തിരിക്കുക. നമ്മളെ മലേഷ്യ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? പാകിസ്ഥാനുമായ ഒരു പ്രശ്നത്തിൽ ഈ മലേഷ്യ പാകിസ്ഥാൻ നിലപാടെടുത്തു. അന്ന് മുതൽ നമ്മൾ മലേഷ്യയിൽ നിന്നും ഈ എന്താ പറയാ പാമോ ഇറക്കുമതി നിർത്തി. അപ്പൊ അത് വലിയ സാമ്പത്തിക നഷ്ടം മലേഷ്യക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോ നമ്മളോട് പെരുമാറുന്നത് പോലെ വേണം ബാക്കിയുള്ളവരോട് പെരുമാറാൻ.
നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നേഷൻസ് ഇൻട്രസ്റ്റ്, രാജ്യ താല്പര്യമാണ് വലുത്, ഏറ്റവും വലുത് രാജ്യ താല്പര്യമാണ് എന്ന ചിന്താഗതി വെച്ചു പുലർത്തി മുന്നോട്ട് പോകണം. അതിന്റെ ഒരു ലക്ഷണം അത് കണ്ടത്. കുട്ടിക്ക് ഒരാവശ്യം ചെയ്യേണ്ട ഒരാവശ്യമില്ല, അവൻ മിസൈൽ കാരണക്ക് കൊള്ളൂല എന്നുള്ളത് ലോകപ്പം മനസ്സിലാക്കി. ഇപ്പൊ പാകിസ്ഥാൻ അവൻ മിസൈൽ കൊടുത്തപ്പോ ഉണ്ടായ ഗുണം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ആരും ആ സാധനം വാങ്ങൂല. ഇപ്പൊ ചൈനേന്റെ തുർക്കിന്റെ സാധനം ഇനി ആരും വാങ്ങൂല. ആ തോതിലായി. അതോടെ ആകെ ഉണ്ടായ ഗുണം അതാണ്. ഇപ്പോൾ ഇന്ത്യ വ്യാപാര കരാറുകൾ റദ്ദാക്കും. നമ്മളെ ആളുകൾ, 10,000-കണക്കിന് ആളുകൾ തുർക്കിയിൽ വെക്കേഷനിൽ പോവാറുണ്ട്, ട്രിപ്പ് പോവാറുണ്ട്. ഒക്കെ ഇപ്പൊ ക്യാൻസൽ ചെയ്യാം, എല്ലാവരും ക്യാൻസൽ ചെയ്യാം. കാരണം ബോയ്ക്കോട്ട് തുർക്കി ഇപ്പോ ആ മേഖലയിൽ ഒരു മുദ്രാവാക്യം. ഇപ്പോൾ തന്നെ ഒരു 6,000 കോടി രൂപയുടെ നഷ്ടം, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇപ്പോൾ തന്നെ ഒരു 6,000 കോടി രൂപയുടെ നഷ്ടം ഇതുമായി ബന്ധപ്പെട്ട് തുർക്കിക്ക് ഉണ്ടായി എന്നാണ് സാമ്പത്തിക രംഗത്തുള്ളവരുടെ ഒക്കെ ഒരു വിലയിരുത്തൽ. അതെ അതെ. ഇപ്പൊ ഓർമ്മയുണ്ടോ, പണ്ട് മാലിദ്വീപ്സ് അനാവശ്യമായ ചില വാക്കുകൾ ഉപയോഗിച്ചു. അവർ ചൈനയുമായി വല്ലാണ്ട് അടുത്തു. നരേന്ദ്രമോദി എന്താ ചെയ്തത്? നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയി കടലോരത്ത് ഒരു കസാര വലിച്ചിട്ടിരുന്നു. ഞാനന്ന് ലക്ഷദ്വീപിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം തർജ്ജമ ചെയ്യാനും ഇന്ററാക്ഷനിൽ ട്രാൻസ്ലേറ്റർ ആവാനും എനിക്ക് അവസരം കിട്ടിയത്. അദ്ദേഹം ആകെ ചെയ്തത് ആ ലക്ഷദ്വീപിലെ കടലോരത്ത് ഒരു കസാര വലിച്ചിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് സുന്ദരമായ സ്ഥലമാണിത്, നമ്മളെന്തിനാ വിദേശ രാജ്യങ്ങളിലെ ബീച്ചുകളിൽ പോകുന്നു, ഇവിടെ വന്നാൽ പോരെ. അതിനുശേഷം ലക്ഷദ്വീപിലെ റിസോർട്ടുകൾക്ക് ഒഴിഞ്ഞ സമയമില്ല, ലക്ഷദ്വീപിലേക്കുള്ള വിമാനത്തിന് സീറ്റ് ഒഴിഞ്ഞ സമയമില്ല. അതാണ് അവസ്ഥ. മാലിദ്വീപ് അവസാനം വന്ന് നമ്മളെ കാല് പിടിച്ചു. കാരണം അത് പൂട്ടിപ്പോവും. മാലിദ്വീപിലെ റിസോർട്ട് ഇന്ത്യക്കാർ പോവാതായാൽ അത് പൂട്ടിപ്പോവും. ഈ പാകിസ്ഥാൻ എന്ന ദരിദ്ര രാജ്യത്തിലെ ജനസംഖ്യ 24 കോടിയാണ്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് അതിന്റെ ഒരു ഇരട്ടി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇവരാണ് ഈ പൈസ ചെലവാക്കി വിദേശ രാജ്യങ്ങളിൽ വെക്കേഷനിൽ പോകുന്നത്. അപ്പോൾ നമ്മളെ പോലത്തെ ഒരു രാജ്യം ഇത്തരത്തിൽ പെരുമാറണം. ഏത് രീതിയിലാണ് നമ്മൾ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയേണ്ടത്, മിത്രങ്ങളോട് എങ്ങനെ പെരുമാറണം, ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ തെളിവാണിത്. ഇത് ഈ രാജ്യത്തിന്റെ, ഇതാണ് ന്യൂ ഇന്ത്യ, പുതിയ ഇന്ത്യയുടെ സ്വഭാവമാണിത്. ഇത് മനസ്സിലാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തുള്ളതാണ് ഇത് ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുർക്കിക്ക് വലിയ പാഠമാണ്. തുർക്കിക്ക് മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന എല്ലാവർക്കും വലിയ പാഠമാണ്. ഒരു സംശയമില്ല ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് രാജ്യ താല്പര്യമാണ് നമുക്ക് ഏറ്റവും വലുത് എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് പോകുന്നത്.